നമസ്കാരം. ഭൂമിയുടെ അഗാധമായ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവമായ ഒരു കണ്ടെത്തലിനാണ് ഇറ്റലിയിലെ ആൽപ്സ് മലനിരകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വടക്കൻ ഇറ്റലിയിലെ സ്റ്റെൽവിയോ നാഷണൽ പാർക്കിൽ നിന്ന് കണ്ടെത്തിയ ദിനോസറുകളുടെ ഭീമാകാരമായ കാലടയാളങ്ങൾ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ കണ്ടെത്തൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം എപ്രകാരമായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ തിരുത്തിക്കുറിക്കുന്നവയാണ്. സ്കീയിങ്ങിനും ശീതകാല കായിക വിനോദങ്ങൾക്കും പേരുകെട്ട ഈ മലനിരകൾ ഒരു കാലത്ത് ഭീമൻ ദിനോസറുകൾ സ്വൈരവിഹാരം നടത്തിയിരുന്ന തീരപ്രദേശമായിരുന്നു എന്ന വസ്തുത വിശ്വസിക്കുവാൻ പ്രയാസമാണ് എങ്കിലും പാറകളിൽ പതിഞ്ഞ ആ പാദമുദ്രകൾ അതിന് വ്യക്തമായ തെളിവ് നൽകുന്നു. പ്രകൃതിദത്തമായ കാഴ്ചകൾ പകർത്തുന്നതിനിടയിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ എലിയോ ഡെല്ല ഫെറാറയാണ് യാദൃശ്ചികമായി ഈ പാദമുദ്രകൾ ശ്രദ്ധിച്ചത്. വെറും പാറക്കെട്ടുകളെന്ന് സാധാരണക്കാർ കരുതിയേക്കാവുന്ന ഇടങ്ങളിൽ ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ നിശിതമായ നിരീക്ഷണ ബുദ്ധി തിരിച്ചറിഞ്ഞു. ഏതാണ്ട് 210 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ട്രയാസിക് കാലഘട്ടത്തിലേതാണ് ഈ മുദ്രകളെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനിക ആൽപ്സ് മലനിരകൾ രൂപപ്പെടുന്നതിനും എത്രയോ മുൻപ് ചെളി നിറഞ്ഞ സമതലങ്ങളിലൂടെ ദിനോസർ കൂട്ടങ്ങൾ നടന്നു പോയതിൻ്റെ അടയാളങ്ങളാണ് കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നത്. നൂറുകണക്കിന് പാദമുദ്രകൾ അടങ്ങുന്ന ഈ പ്രദേശം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലുതും പഴയതുമായ ദിനോസർ ട്രാക്ക് വേകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ കണ്ടെത്തലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം ദിനോസറുകളുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും സഞ്ചാര രീതികളെക്കുറിച്ചും അത് നൽകുന്ന വിവരങ്ങളാണ്. പാലിയന്റോളജിസ്റ്റായ ക്രിസ്ത്യാനോ ഡാൽ സാസ്ട്രോയുടെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങളിൽ വിവിധ വർഗ്ഗത്തിൽപ്പെട്ട ദിനോസറുകൾ ഈ പ്രദേശം ഒരേ സമയം ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വലിയ സസ്യബുക്കുകളായ ദിനോസറുകൾക്കൊപ്പം തന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ പാദമുദ്രകളും ഇവിടെ കാണാം. ഈ മുദ്രകൾ ക്രമരഹിതമായ ഒന്നല്ല, മറിച്ച് ദിനോസറുകൾ കൂട്ടമായി ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിരുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ഈ മൃഗങ്ങൾ വട്ടത്തിൽ ഒത്തുചേർന്നിരുന്നതിൻ്റെ അടയാളങ്ങളും ഇവിടെയുണ്ട്. ഇത് അവരുടെ ഉയർന്ന നിലവാരത്തിലുള്ള സാമൂഹിക ബോധത്തെയും പ്രതിരോധ തന്ത്രത്തെയും കുറിച്ചുള്ള സൂചന നൽകുന്നു. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ഈ കണ്ടെത്തലിനെ കൂടുതൽ കൗതുകകരമാക്കുന്നു. ഇന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള ഈ മലനിരകൾ അക്കാലത്ത് ഒരു തീരപ്രദേശമോ അല്ലെങ്കിൽ തടാകത്തിനോട് അരികിലുള്ള ചതുപ്പ് നിലമോ ആയിരുന്നുവെന്ന് അവശിഷ്ട പാളികൾ വ്യക്തമാക്കുന്നു. അവിടെ പതിഞ്ഞ പാദമുദ്രകൾ പിൽക്കാലത്ത് ഉറച്ച് കല്ലാവുകയും ഭൂമിയുടെ പാളികൾ ഉയർന്ന് ആൽപ്സ് മലനിരകളുടെ ഭാഗമാവുകയും ചെയ്തു. ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണിൽ നിന്നും തുടങ്ങിയ ഈ ശാസ്ത്രീയ മുന്നേറ്റം സാധാരണക്കാർക്ക് ഭൂമിയുടെ ആഴത്തിലുള്ള ചരിത്രത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യവാസമില്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ മാത്രമല്ല, നാം നിത്യവും സന്ദർശിക്കുന്ന ഇടങ്ങളുടെ താഴെപ്പോലും ഇത്തരത്തിൽ വലിയ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഈ കണ്ടെത്തൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യാദൃശ്ചികമെന്ന് പറയട്ടെ, ഇറ്റലിയിൽ വലിയൊരു അന്താരാഷ്ട്ര കായിക മാമാങ്കം നടക്കാനിരിക്കുന്ന വേളയിലാണ് ഈ പാദമുദ്രകൾ പുറം ലോകം അറിയുന്നത്. ആധുനിക കാലത്തെ കായിക താരങ്ങൾ മഞ്ഞിൽ തങ്ങളുടെ മുദ്രകൾ പതിപ്പിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയുടെ കരുത്തുറ്റ ജീവികൾ അതേ മണ്ണിൽ തങ്ങളുടെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചു പോയത് കൗതുകകരമായ ഒരു വൈരുദ്ധ്യമാണ്. ചരിത്രാതീത കാലത്തെ ജീവജാലങ്ങളും ആധുനിക ലോകവും തമ്മിലുള്ള ഒരു പ്രതീകാത്മക കണ്ടുമുട്ടലായി ഇറ്റാലിയൻ സാംസ്കാരിക മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിക്കുന്നു. വരും തലമുറയ്ക്കായി ഈ പ്രദേശത്തെ കൃത്യമായി സംരക്ഷിക്കുന്നതിനും കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരുക്കത്തിലാണ് ശാസ്ത്രലോകം. നമ്മുടെ പാദങ്ങൾക്കിടയിൽ നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്ന ഈ വിസ്മയങ്ങൾ മനുഷ്യചരിത്രത്തിനും എത്രയോ മുൻപുള്ള ഭൂമിയുടെ യഥാർത്ഥ കഥയാണ് നമ്മോട് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.